എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കേക്ക് ടോപ്പറാണ്. കുട്ടികളുടെ എല്ലാം ബർത്ത്ഡേ കേക്കിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു കേക്ക് ടോപ്പർ. ഇത് ഫോണ്ടൻ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉണ്ടാക്കുന്ന ആ കേക്ക് ടോപ്പർ വിന്നി ദ പൂ ആണ്. കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടറാണ് വിന്നി ദ പൂ. വിന്നി ദ പൂ കേക്ക് ടോപ്പറിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വിന്നി ദ പൂവിൻ്റെ ആ ബോഡി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടൻ്റിലേക്ക് ഞാൻ ഗോൾഡൻ യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയൊരു അളവിൽ ഓറഞ്ച് കളറാണ്, രണ്ടും ജെൽ കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. മാഷ്മെല്ലോ ഫോണ്ടൻ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുഴച്ച ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റണം. അതിൽ നിന്ന് രണ്ട് ഭാഗമാണ്, ഒന്ന് ബോഡി പാർട്ടിനും ഒന്ന് ഫേസിനുള്ളത്. അപ്പോൾ ബോഡി പാർട്ടിന് എടുക്കുമ്പോൾ വലിയൊരു ഓറഞ്ച് സൈസിലുള്ള ഫോണ്ടിന് എടുക്കണം. ബാക്കിയുള്ളത് നല്ലതുപോലെ കവർ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നല്ലതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കുക ആ ബോള്. എന്നിട്ട് ഇതിൽ ഓവൽ ഷേപ്പല്ല, ഒരു ഏകദേശം ഒരു മുട്ടയുടെ ഷേപ്പിലോ ഉണ്ടാക്കിയെടുക്കണം. അടിഭാഗം വെച്ച് വീതി കൂടിയും മുകൾ വശം കുറച്ച് വീതി കുറഞ്ഞിട്ടുമാണ്. അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് റെഡ് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് അത് നല്ലതുപോലെ പരത്തണം. അത് ടീഷർട്ടിന് വേണ്ടിയിട്ടാണ്, വിന്നി ദ പൂവിൻ്റെ ടീഷർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വീതി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ നടുഭാഗത്ത് ചെറുതായിട്ടൊരു വി ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി യെല്ലോ കളറിൻ്റെ ആ ഫോണ്ടിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ആ റെഡ് കളർ കട്ട് ചെയ്ത ഫോണ്ടിൻ്റെ അവിടെ ഒട്ടിക്കാം. ടീഷർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം കളർ തന്നെ ഫോണ്ടിൻ്റെ എടുത്തിട്ടുണ്ട്. അത് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. അത് കാലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് രണ്ടറ്റവും ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി വണ്ണം കുറച്ചെടുത്ത് വെക്കുവാണ്. അത് രണ്ടാക്കി കട്ട് ചെയ്യണം. എന്നിട്ട് ആ ബോൾ ടൂളും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡ്. അപ്പോൾ അത് ആ കാലിൻ്റെ പാദത്തിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി രണ്ട് സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് അതവിടെ ഒട്ടിച്ച് വെക്കണം. ഇത് ഞാൻ 1 കപ്പ് മാഷ്മെല്ലോയുടെ അളവിലെടുത്ത ഫോണ്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സെയിം കളർ തന്നെ ഫോണ്ടിൻ്റെ എടുത്തിട്ട് അത് ചെറിയൊരു ബോളാണ്, ഒരു നാരങ്ങയുടെ സൈസിലുള്ള ഒരു ബോളാണ് എടുത്തിരിക്കുന്നത്. അത് ഫേസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫേസിന് ആ മുകൾ വശത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഷേപ്പ് കിട്ടും. ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വേണ്ടത്. ഇനി ഇതേപോലത്തെ ഒരു നോസിൽ വെച്ചിട്ട് ആ വായയുടെ ഷേപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ മൂക്കിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു രീതിയിലാണ്. പിന്നെ വായുടെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം.
പിന്നീട് കണ്ണ് വയ്ക്കാനായിട്ട് ബ്ലാക്ക് കളർ ഫോണ്ടിൻ്റെ എടുത്ത് ചെറിയൊരു നമ്മുടെ കടുകിൻ്റെ സൈസിലുള്ള ചെറിയ ഫോണ്ടിനാണ്. അത് രണ്ടും എടുത്തിട്ട് അവിടെ വെള്ളം വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതേപോലെ തന്നെ കറുത്ത കളറുള്ള ഫോണ്ടിൻ്റെ നീളത്തിൽ ഉരുട്ടിയെടുക്കണം. കനം കുറച്ച് ഉരുട്ടിയെടുക്കണം. അത് ഐബ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2 ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതും അവിടെ വെള്ളം വെച്ച് ഒട്ടിച്ചു വയ്ക്കുക. വെള്ളമോ എഡിബിൾ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി വേറൊരു കറുത്ത കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് അത് ആ മൂക്കിൻ്റെ മുകളിലായിട്ട് വയ്ക്കണം. അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് ആ കറുത്ത ഫോണ്ടൻ്റ്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇനി കൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം കളർ ഫോണ്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. ഇനി കുറച്ച് റെഡ് കളർ ഫോണ്ടിൻ്റെ എടുത്ത് നീളത്തിലൊന്ന് പരത്തണം. കാരണം കുറച്ച് ഇതാ ടീഷർട്ടിൻ്റെ സ്ലീവിൻ്റെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കനം കുറച്ച് ഒന്ന് ചെറിയ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതവിടെ ഒട്ടിച്ചു വയ്ക്കണം. ഇനി ഇതേപോലെ ഒരു ബ്ലൂ കളർ ഫോണ്ട് എടുക്കുകയാണ്. അത് ഹണി പോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ, ഒരു ഭരണിയുടെ ഷേപ്പിൽ അതങ്ങ് ഉണ്ടാക്കിയെടുക്കണം. ഇനി അതിൻ്റെ ലൈറ്റ് കളറുള്ള ഒരു ബ്ലൂ കളർ എടുത്തിട്ട് അത് നീളത്തിൽ പരത്തിയെടുക്കണം. അതും ചെറിയ വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ലൈറ്റ് ബ്ലൂ ഫോണ്ടിൻ്റെ ഹണിപ്പോട്ടിൻ്റെ നടുഭാഗത്തായിട്ട് വെള്ളം വെച്ച് ഒട്ടിച്ച് വയ്ക്കണം. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുത്തി വയ്ക്കണം. ഹണിപ്പോട്ട് എടുത്ത് വെച്ച് മുമ്പിൽ ഈ ഹണിപ്പോട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ഹണിയുടെ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ഫോണ്ടിൻ്റാണ്. അത് പരത്തി അതിനുള്ളിൽ വയ്ക്കുക. പോട്ടിനുള്ളിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബോൾ ടൂളും കൊണ്ട് കൈയെടുത്ത് ഒട്ടിച്ച് വയ്ക്കണം. കൈയുടെ അറ്റഭാഗം പോട്ടുമായിട്ട് ഒട്ടിച്ച് വയ്ക്കണം. ഇനി ഇതേപോലത്തെ റെഡ് കളർ ഫോണ്ടിൻ്റെ എടുത്ത് നീളത്തിൽ നിന്ന് ഉരുട്ടിയെടുക്കണം. ടീഷർട്ടിൻ്റെ കോളറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതവിടെ വെള്ളം വെച്ച് ഒട്ടിച്ച് വയ്ക്കണം. ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫേസിൽ ഒന്ന് സ്മൈലി ഒരു ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ചെറിയ ബോൾ ടൂളും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതവിടെ എടുത്ത് ഒട്ടിച്ച് വയ്ക്കാം. ഞാനത് സ്ട്രെയിറ്റ് അല്ല വയ്ക്കുന്നത്. വിനീതപ്പൂവിൻ്റെ ഫേസ് ഞാൻ സൈഡിലേക്ക് ആക്കിയാണ് വയ്ക്കുന്നത്. ഈ വിനീതപ്പൂവിൻ്റെ ചെവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചെവിക്ക് വേണ്ടിയിട്ട് സെയിം കളറുള്ള ഫോണ്ടിൻ്റെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നടുഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ബോൾ ടൂളും ചെറിയ ബോൾ ടൂളും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അത് വെള്ളം വെച്ച് അവിടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഹണി പുറത്തേക്ക് ഒഴുകുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ട് സെയിം കളർ ഫോണ്ടിന് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടി അവിടെ വെച്ചിരിക്കുകയാണ്. 2-3 ചെറിയ ചെറിയ ഫോണ്ടിനാണത്.
അത് ആ കൈയുടെ മുകളിലേക്ക് ആണ് ഒട്ടിച്ച് വയ്ക്കുന്നത്. ആ പോട്ടിൻ്റെ മുകളിൽ നിന്ന് ഹണി ഒഴുകുന്ന രീതിയിലാണ് അത് അവിടെ ഒട്ടിച്ച് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള വിനീതപ്പൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.